അയ്യോ, അപ്പൊ നീ അറിഞ്ഞില്ലേ? ഇത്തവണത്തെ അത്തച്ചിട്ടി അടിച്ച് നമ്മൾ അമ്മിണിക്കാ. ഞങ്ങള് തുണിക്കടയിൽ കേറി തോന തുണിയെല്ലാം എടുത്ത് ഇപ്പൊ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടി വലിയൊരു ഹോട്ടലിൽ കേറിയിരിക്കുക. അണ്ണാ അണ്ണാ കടയിലണ്ണാ. ഈ അണ്ണ ഇത് എവിടെ പോയി? ആരുമില്ല ഇവിടെ. അയ്യേ, നീ എന്തിനടി ഇവിടെ വന്നിരുന്ന പേപ്പർ ഒന്നോണ്ടിരിക്കുന്ന? എന്താണ് നിന്റെ കയ്യിൽ പൈപ്പ്? ഒന്നും പറയണ്ടടി. കായുള്ളടുത്ത് കെട്ടിട്ടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ അങ്ങോട്ടും തിരിച്ചു നോക്കി ഇങ്ങോട്ടും തിരിച്ചു നോക്കി, വെള്ളം വന്നില്ല. അവസാനം നാണ്ട ഊരി എന്റെ കയ്യിൽ വന്നു. അയ്യോ, അത് സെൻസർ ആടി. നീ ചുമ്മാ 4ാം ക്ലാസ് വരെ പഠിച്ചെന്റെ ഇതൊന്നും കാണിക്കല്ലേ ഏടി. ഇതാണ് പൈപ്പ്. അങ്ങനല്ല, ഇതിനോട് കൈ കാണിച്ചാലേ വെള്ളം വരും. പറയണ്ടേ? അയ്യോ, അങ്ങനല്ല. നമ്മൾ വാഷ് ബേസ് പോയി കൈ കഴുകണമെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കണം. കൈ കഴുകണമെങ്കിൽ അങ്ങനെ കാണിച്ചാൽ കക്കൂസ് പോയി എന്ത് കാണിക്കേണ്ടി വരും? എവിടെ പറയിപ്പിക്കാൻ വേണ്ടി എന്തെടുക്കാറുണ്ട് അവിടെ ഇത്ര നേരം? അയ്യോ, ഒരു സംഭവം ഉണ്ടായടി. നമ്മളെ തറയിൽ പതിഞ്ഞിരിക്കുന്ന കക്കൂസില്ലേ, അതാരാങ്ങണ്ട വെട്ടിപ്പൊളിച്ചെടുത്ത് കുത്തിച്ചാരി വെച്ചേക്കുന്നു. എന്തോ ഒരു മെനക്കെട്ടാണ് തിരിച്ചു വെച്ചെന്നറിയാമോ? യൂറോപ്യൻ ക്ലോസറ്റ് ഇവളെന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്റെ കടയായിരുന്നെങ്കിൽ തന്നെ ഞാൻ ഇറക്കി വിട്ടേ. നീ ഇറക്കി വിടണ്ട, ഞാൻ ഇറങ്ങി പോയേനെ. എന്തൊരു തള്ളിപ്പൊളി കട ഇവിടെ, ഒരു സൗകര്യം ഇല്ല. എന്തിനടി അഹങ്കരിക്കുന്ന? നിനക്ക് അത്തച്ചിട്ടി അടിച്ചോണ്ടല്ലേ? ആ ചിട്ടി അടിക്കാൻ തന്നെ കാരണം ഞാനാ. എല്ലാ നറുക്കിലും ഞാൻ എന്റെ പേര് എഴുതി വെച്ചോണ്ടാ. പിന്നെ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പേര് എഴുതി വെക്കാം. എനിക്ക് ചെലവ് ചോദിക്കാൻ പറ്റൂലല്ലോടി. അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഞാനൊരു പാവമായിട്ടല്ലേ? സൈക്കിളോട്ട് നിർത്തി കാര്യം പറയടി. നീ ആദ്യം നിർത്ത്. എടി, എനിക്ക് അത്തച്ചിട്ടി അടിച്ചപ്പോ നിനക്ക് ചെലവ് വേണോന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കണ്ട സാധനം മൊത്തം വാങ്ങിച്ചു തന്നത്. നീ വലിയ ഡയലോഗ് അടിക്കൊന്നും വേണ്ട. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്തച്ചിട്ടി അടിച്ചപ്പോ 350 രൂപയുടെ സാരി തികച്ചും ഞാൻ നിനക്ക് വാങ്ങിച്ചെന്നില്ലേടി? അതിനാണടി നീ തുണിക്കട മൊത്തം വാങ്ങിച്ചത്. എന്നാലും നീ എല്ലാരും ക്ലബിൽ കേപ്പി വേണം പറഞ്ഞപ്പോ എന്റെ കൂടെ മാത്രം പറഞ്ഞില്ലല്ലോടി. വലിയ സംസാരിക്കൊന്നും വേണ്ട. എനിക്ക് അത്തച്ചിട്ടി അടിച്ചപ്പോ സാരി ഞാൻ നിനക്ക് വാങ്ങിച്ചെന്നേ. വാങ്ങിച്ചെന്ന്. പിന്നെ പാർക്ക് പോണെന്ന് പറഞ്ഞു, ബീച്ച് പോണെന്ന് പറഞ്ഞു, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു പറഞ്ഞില്ലേ? ഇത്ര ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെന്നില്ലേ? ആരുടെ? എന്റെ കണക്കുറി എല്ലാം പറയണ്ടേ? അയ്യോ, എവള് കൊണ്ടുവരുന്ന കടയൊന്നും കൊള്ളത്തില്ലേ. അയ്യോ, വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ കൊണ്ടുപോകാൻ പറ്റിയ കട എതിരിക്കുന്നത്. ആർക്കടി വിവരമില്ലാത്തത്? അമ്മണിക്കാ. വായിക്കടി. അതെന്താന്ന് വായിക്കടി. കുടം പറക്കരുത്. പുറത്ത് ഞാൻ കടം പറയുന്നത് നല്ലേടി. അല്ലെങ്കിൽ ആരോടാ ബീച്ചിൽ പോയിട്ട് കടലമ്മ കള്ളി എന്ന് എഴുതേണ്ട അടുത്ത് കരുനാഗപ്പള്ളി എഴുതിയവളാണ് ഇവൾ. സംസാരിക്കല്ലേ? തുണിക്കട ചെന്നപ്പോ ഞാൻ കണ്ടായിരുന്നു. അവര് പറഞ്ഞു സാരിയുടെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ടെന്ന്. അപ്പൊ നീ എന്തെന്ന് പറഞ്ഞാ ചുരിദാറിന്റെ കൂടെ തൈ ഷോൾ ഉണ്ടാകുന്നല്ലേ? ഒരു വൃത്തികെട്ട സാരി നീ എനിക്ക് വായിച്ചത്. സംസാരിക്കല്ലേ നീ? നീ അങ്ങനെയൊന്നും പറയല്ലേടി. താണ്ടെ നമ്മളെ മഞ്ജുവാരിയുടെ അടുത്ത സാരിയാണിത്. അയ്യോ, ആരാന്റെ അടുത്ത പഴംതുണി ഇവൾ എന്നെ കൊണ്ട് ഉടുപ്പിക്കാൻ വായിച്ചെന്നേ. സിനിമ നടി മഞ്ജുവാരിയുടെ അടുത്ത സാരി നിനക്ക് കൊടുത്താ എന്താ? ഞാൻ ഉടുത്ത സാരി മഞ്ജുവാരി കൊടുക്കൂ? ഇല്ല. പിന്നെ അവരെടുത്ത സാരി ഞാൻ ഉടുക്കുന്ന എന്തിന്? ഇതൊക്കെ ആരും കൊണ്ട് വെച്ചത്? ടിഷ്യൂ എടേ. എന്നാ ഞാൻ ടിഷ്യൂ. അയ്യോ, ഈ വിവരം കെട്ടോളി. വിവരക്കേട് തുടങ്ങി നിന്നോ എന്നല്ല. ക്ലബിന്റെ വാർഷികത്തിന് നവ്യ നായർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ഫ്ലെക്സ് അടിക്കാൻ പറഞ്ഞിട്ട് നീ എന്ത് ചെയ്ത്? എടി, തൊട്ടപ്പുറത്തെ കോളേജിൽ നിന്ന് നവ്യ നായർക്ക് സ്വാഗതം എന്നുള്ള ബാനർ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ക്ലബിന് ലാഭം ഉണ്ടാക്കിയില്ലേ? നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ബോർഡാണ് ഇവള് നവ്യ നായർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഒട്ടിച്ചു വെച്ചത്. നീ സംസാരിക്കല്ലേ? അത്തപ്പൂക്കളത്തിൽ കള്ളത്തരം കാണിച്ചാരടി? ഏറ്റവും കൂടുതൽ നാടൻ പൂവിട്ടത് ഞാനാ. എനിക്കായിരുന്നു ഫസ്റ്റ്. അവളെ നാടൻ പൂ തട്ട് പൊളിച്ചപ്പോ കണ്ടായിരുന്നു തുമ്പപ്പൂവിന് ഓരോ വെളുത്തുള്ളിയുടെ തൊലി ചതച്ചിട്ടേക്കുന്നത്. അതുകൊണ്ടന്ന് നിന്റെ ഭർത്താവ് ഒരൊറ്റ പാമ്പ് ആ പരിസരത്തേക്ക് എടുത്തില്ലല്ലോ. നീ പൊടി. കടക്കാരൻ നമ്മളെ പറ്റിച്ചേട്ടാ. വെള്ളം കുടിക്കാൻ തന്ന ഗ്ലാസിന് വായില്ല. നോക്കട്ടേടി ചുമ്മാ. അയ്യോ, ഇതിന് മൂടും ഇല്ല. അയ്യോ, എന്നാലും നീ എനിക്ക് മാത്രം കേപ്പി ഓണം പറഞ്ഞില്ല. അങ്ങോട്ട് നോക്കിക്കേ നീ. ആ കമ്പ് കിടന്ന് കറങ്ങുന്നതാണ് ഷവർമ്മ. ആണാ? അപ്പൊ ഇപ്പുറത്ത് കനലിൽ കിടന്ന് തിരിയുന്നതാരും മനു വർമ്മേ. എന്തേ? ഇതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല, ദൈവം ചോദിക്കും. അയ്യോ, എനിക്ക് വിശന്നിട്ട് അയ്യേ. ആരെന്തൊരു വരാത്ത? എക്സ്ക്യൂസ് മീ, ചോറൊന്നും ആയില്ലേ? എനിക്ക് 2 കയ്യേ ഉള്ളു. അയ്യോ, ഞങ്ങൾക്കും 2 കയ്യേ ഉള്ളു. സെയിം വിച്ച് തമാശ. എന്നാലും നീ എന്റെ കൂടെ കേപ്പിയോണം പറഞ്ഞില്ല. കാര്യം ചോദിക്കാൻ മറന്നു. ഇടി പഞ്ചായത്ത് 5 പിള്ളേരുള്ളവർക്ക് 5 ലക്ഷം രൂപ ധനസഹായം കൊടുക്കുന്ന കാര്യം നീ അറിഞ്ഞിട്ട് എന്താ എന്നോട് പറയാൻ? നീ അറിയാഞ്ഞ കാര്യമായിടി. ആ ധനസഹായത്തിന്റെ പേരിലാണ് നമ്മുടെ ലതയ സുധാകരനും ബന്ധം പിരിഞ്ഞത്. അവർക്ക് 3 മക്കളല്ലേ ഉള്ളൂ? അവർക്ക് 3 മക്കളെ ഉള്ളു. തൊട്ടപ്പുറത്തെ സുമേര 2 എണ്ണം കൂടെ സുധാകരന്റെ എന്നും പറഞ്ഞ് അവൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നേക്കുന്നു. അപ്പൊ അവന്റെ വീട്ടിലുള്ള 2 എണ്ണത്തിനെ കാണുന്നില്ല. എവിടെ പോയിടി? സുധാകരൻ പോയ നേരത്തിന് ശങ്കരൻ വന്നവന്റെ മക്കളെ കൊണ്ടുപോവുകയും ചെയ്ത് ധനസഹായം വാങ്ങുകയും ചെയ്തു. ഒരു കാര്യം ഞാൻ പറയാം, ഇമാതിരത്തെ നഗ്ന സത്യങ്ങളൊന്നും ഭർത്താക്കന്മാരോട് പറയരുത്. ചെള്ളപ്പൊളി. അതെറ്റി ഇടി കഴിഞ്ഞ പ്രാവശ്യം ക്ലബിന്റെ വാർഷികത്തിന് മറ്റേ തലയണയടി മത്സരം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചു, ഈ തലയണ സുരേഷ് ഏട്ടന്റെ വീട്ടിലത്തെ അല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? ഈ പേരും പറഞ്ഞായിരുന്നടി അടി കിട്ടിയത്. ശരി, കാര്യമുണ്ട്. അടുത്ത പ്രാവശ്യം ചിട്ടി എനിക്ക് അടിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിന് ഒരു സൈക്കിൾ വാങ്ങിച്ചു. അടി കിട്ടിയാൽ എന്ത് സ്നേഹം. അതുകൊണ്ടല്ലേടി പുള്ളി എന്നും ബസ്സിലാ പോകുന്നത്. പിച്ചി മാന്തി തോണ്ടി എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ ക്യൂ ആടി പരാതി പറയാൻ വേണ്ടി. അയ്യോ, എനിക്കാണെങ്കിൽ എന്റെ കെട്ടിയോനെ ഭയങ്കര പേടിയാണ്. രാത്രി ഒരു 12:30 ആകുമ്പോ ഞാൻ ഉറങ്ങിക്കിടക്കുന്നിടത്തോട്ട് ഇയാൾ ഒരു കത്തിയായിട്ട് ഇങ്ങനെ നടന്നു വരും. എന്നിട്ട് പല്ല് കമ്പിയിട്ടേക്ക് എന്റെ വാ പതുക്കെ തുറന്നിട്ട് എന്താ പറയാ, തൊട്ടപ്പുറത്തുനിന്ന് പറയും. ഇപ്പൊ ആൾക്കാർ ചോദിക്കും, എടാ സ്റ്റീഫൻ ഡേവിസ് നിനക്കൊന്ന് ഉറങ്ങിക്കൂടേടാന്ന്.
ആ കിണുകിണുകിണുകിണ് കേൾക്കാനും വേണോടൊരു ഭാഗ്യം. എടി നമുക്ക് ഈ പൈസ എല്ലാം കൊണ്ടൊരു ടൂറ് പോയാ മതിയായിരുന്നു. വേണ്ടടി, വിഷമാവും. ആർക്കും നിന്റെ കിട്ടിയോനാ? സുധീഷിനും ഡനീഷിനും. കാരണം ഒരു വിളിച്ചിട്ട് ഞാൻ പോയില്ലല്ലോ. എന്നാ പിന്നെ നീ അവരെയും കൂടെ വിളി. നമുക്കൊരു സിനിമയൊക്കെ കണ്ട് രാത്രി ഒരു 10-10:30 ആകുമ്പോ തിരിച്ചു പോയാ പോരെ? താമസിച്ചോ? ആടി ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് രാത്രി പുറത്തിറങ്ങി നടക്കരുതെന്ന്. നമുക്കൊരു 12 മണി കഴിഞ്ഞിട്ട് പോവാം. അതാകുമ്പോ പിറ്റേന്നായല്ലോ. ഒരു കുട്ടി നിന്റെ ഏട്ടൻ ചോദിക്കൂലേ? എന്നെ ചോദിക്കൂലേ? ഞാൻ പറയും എനിക്കിപ്പൊ പറയാൻ വയ്യ, രാവിലെ എങ്ങനെ കഥ പറഞ്ഞുതരാന്ന്. എടി ചാപ്പാടും അടിച്ച് സിനിമയും കണ്ട് നമ്മൾ ഇനി എല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ ഒരു 1500 രൂപ കാണും. അത് നീ എടുത്തോ. അത്തച്ചിട്ടി അടിച്ച നിനക്കല്ലേ, നീ അല്ലേ ചെലവ് ചെയ്യുന്നു, നീ അങ്ങോട്ട് വെയ്. അത്തച്ചിട്ടി അടിച്ച എനിക്ക് തന്നെ. പക്ഷേ ഈ ചെലവൊന്നും ചെയ്തത് എന്റെ പൈസക്കല്ല. നമ്മുടെ സോമൻ ചേട്ടൻ നിനക്ക് ഒരു 50,000 രൂപ തരാനില്ലായിരുന്ന? അത് നിന്റെ കയ്യിൽ തന്നെ തരണോന്ന് പറഞ്ഞ് 2 ദിവസം മുന്നേ എന്നെ കൊണ്ട് ഏൽപ്പിച്ചായിരുന്നു. ആ പൈസക്കാണ് നമ്മൾ ഈ അടിച്ചു പൊളിച്ച് ചെലവ് ചെയ്തത്. നിന്നോട് ഞാൻ ഇതുവരെ കേപ്പിയോണം പറഞ്ഞിട്ടില്ലല്ലോ. ഹാപ്പിയാണോ? അതിലെനിക്ക് പരാതിയൊന്നും ഇല്ലായിരുന്നു.